ലീനയുടെ കണ്ണീരിനു മുൻപിൽ എൽസമ്മ മുട്ടുകുത്തുന്നു. അതായത് പ്രേക്ഷകരെ, ഇനി നമ്മുടെ എൽസമ്മയുടെ കടന്നുവരവാണ് എന്ന് കാണാം. അതായത് റീത്ത വിഷം കുത്തിവെച്ച് എൽസമ്മ അലീനയുടെ മുൻപിൽ തല്ലുപിടിക്കാനായിട്ടാണ് വരുന്നതെങ്കിലും അലീനയുടെ സങ്കടം, അലീനയുടെ കണ്ണീർ നമ്മുടെ എൽസമ്മയെ മനസ്സ് മാറ്റുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുക. എൽസമ്മ അലീനയെ കെട്ടിപ്പിടിക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. ജോലിക്കാർ പപ്പയുടെ വിശ്വാസത്തെ നല്ല രീതിയിൽ, നല്ല വെടുപ്പായിട്ട് തന്നെ മുതലെടുത്തു എന്ന് അലീന തിരിച്ചറിയുന്നു. അതിൽ നിന്നും ആ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് അവർ മാസം 4 പേരും കൂടി ₹1,00,000 സമ്പാദിക്കുന്നുണ്ട് എന്നും അലീന മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്. ഇതേ സമയം അലീന പറയുന്നുണ്ട്, ഇനി തൻ്റെ അനുവാദമില്ലാതെ ഇവിടെ ഒരു സാധനം പോലും വാങ്ങരുത് എന്ന് പറയുന്നത് കാണാം. ബില്ലെല്ലാം കിട്ടണമെങ്കിൽ, അതായത് മേടിച്ച സാധനങ്ങൾക്ക് പൈസയും കാര്യങ്ങളും ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ കാണിക്കണമെന്ന് അലീന ഉത്തരവിറക്കുന്നു. തന്നെ കാണിക്കാതെ ഒരു നയാ പൈസ ലഭിക്കില്ല എന്നും അലീന പറഞ്ഞു വയ്ക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം ജോലിക്കാരാണെങ്കിൽ അലീന പറയുന്നത് അനുസരിക്കേണ്ടി വരുന്നതാണ് കാണാൻ കഴിയുക. കാരണം എന്തെന്നാൽ അലീന പറഞ്ഞാൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുമെന്ന് അവർക്ക് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ അലീനയെ അനുസരിക്കാതെ വേറെ വഴിയൊന്നുമില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അതായത് അലീന പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിങ്ങൾ തന്നെ അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. കാരണം എന്തെന്നാൽ നിങ്ങൾ അത്രയും വിശ്വാസ വഞ്ചകരാണെന്ന് പറയുന്നു. തൻ്റെ പപ്പയെ നല്ല രീതിയിൽ മുതലെടുത്തവരല്ലേ നിങ്ങൾ തൻ്റെ പപ്പയെ എന്ത് കള്ളത്തരത്തിലൂടെ വഞ്ചിച്ചവരല്ലേ. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കൊരവസരം ഞാൻ തരുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി എൻ്റെ പപ്പയെ ചതിക്കാനോ തൻ്റെ പപ്പയുടെ കാശ് കട്ടെടുക്കാനോ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾ പോലീസ് ലോക്കപ്പിലായിരിക്കുമെന്ന് അലീന പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ പൗലോസും ബാക്കി എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ടെന്ന് കാണാം. പപ്പ കേസ് കൊടുത്തില്ലെങ്കിലും ഞാൻ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അലീന പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. പൗലോസേട്ടന് എന്നെ അനുസരിക്കാൻ വല്ല മടിയോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അലീന എടുത്തു ചോദിക്കുന്നു. ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണമെന്നും ഇനി തന്നെ അനുസരിക്കാതെ പൗലോസേട്ടൻ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കേണ്ട എന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ പൗലോസാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ഇനി കുഞ്ഞിൻ്റെ അടുത്ത് യുദ്ധത്തിനും കാര്യത്തിനൊന്നും വരില്ല എന്നും കുഞ്ഞ് പറയുന്നത് പോലെ കേട്ടോളാമെന്നും പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമെങ്കിൽ അലീന പറയുന്നുണ്ട്, തന്നെ അനുസരിക്കാതെ പോകാമെന്ന് വിചാരിച്ചാലും അതും ഇനി നടക്കാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് എന്നെ അനുസരിക്കുക അല്ലാതെ ഇനിയിപ്പോൾ വേറെ ഒരു വഴിയുമില്ല എന്ന് പറയുന്നു. നിങ്ങളെ അത് വേദനിപ്പിച്ചാലും ശരി, വേദനിപ്പിച്ചില്ലെങ്കിലും ശരി, എന്നെ അനുസരിക്കാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ കുഞ്ഞ് പറയുന്നതെല്ലാം ഞാൻ കേട്ടോളാമെന്ന് പൗലോസ് പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം അത് മതി പൗലോസേട്ടാ, അത് മാത്രം മതി എന്ന് പറയുന്നു. കൂടാതെ ഇനി കള്ളത്തരം എന്ന് പറയുന്ന സാധനം കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ, അതത്ര നല്ല ഗുണമൊന്നും അല്ല എന്ന് പറയുന്നു.
ഇനിയും ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ പപ്പയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞ് പൗലോസിനെയും ആൻ്റപ്പനെയും കൂടാതെ തന്നെ ബൈജുവിനെയും ഒക്കെ നിലക്കി നിർത്തുകയാണ് അലീന എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ആൻ്റപ്പനും പണി കൊടുക്കുന്നുണ്ട് അലീന. ആൻ്റപ്പനും ഇനി അനുവാദമില്ലാതെ ഒരു കാര്യവും ചെയ്യരുതെന്ന് അലീന പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പപ്പയുടെ വലത് കൈ ആയിരുന്നിട്ടും പപ്പയെ ചതിച്ച ഒരാൾ ഇനിയും പപ്പയെ ചതിക്കാനായിട്ട് ശ്രമിക്കുമെന്നും അതുകൊണ്ട് അധികം പപ്പയുടെ പണത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതില്ലെന്നും ആൻ്റപ്പനോട് അലീന പറഞ്ഞു വയ്ക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അലീനയുടെ പക്ഷത്തേക്ക് പോവുകയാണ് എന്ന് കാണാം. കാരണം അലീന ഇനി എന്തെങ്കിലും ചെയ്താൽ പണി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ കാര്യം മാത്രം മതി നമ്മുടെ സ്റ്റാലിക്ക് എന്ത് ചെയ്യാനായിട്ട്, അവരെ തല്ലി പുറത്താക്കാനായിട്ടും അവരെ ഓട്ടിക്കാനായിട്ടും. ഇതേ സമയം അലീനയെ അനുസരിച്ച് തുടങ്ങുകയാണ് എല്ലാവരുമെന്ന് കാണാൻ സാധിക്കും. അലീനയെ അനുസരിച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രശ്നത്തിന് രൂപം കൊള്ളുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതായത് റീത്ത എൽസമ്മ സഖ്യം വരികയാണ്. എൽസമ്മയെ നല്ല രീതിയിൽ കടുക് വാരിയിട്ട് തിളപ്പിക്കുന്ന മാതിരി നല്ല രീതിയിൽ പൊട്ടിത്തെറിപ്പിക്കാനായിട്ടാണ് കൊണ്ടുവരുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. എൽസമ്മയും സ്റ്റാലിയും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ടുകൊണ്ട് അലീന അവർക്കിടയിലേക്ക് ചെല്ലുകയാണ് എന്നും കാണാൻ കഴിയും. ഇതേ സമയമാണെങ്കിൽ അലീന എൽസമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എൽസമ്മ മനസ്സിലാക്കിയെടുക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് ആൻറ്റി, നിങ്ങളുടെ സഹോദരിയാണ് സത്യത്തിൽ ഇതിനെല്ലാത്തിനും കാരണമെന്നും പപ്പയും കൂടാതെ തന്നെയാണെങ്കിൽ ആൻറ്റിയും തമ്മിൽ വേർപിരിയാനായിട്ട് ഇതാണ് അവർ ചെയ്ത കളികളാണ് എന്ന് പറഞ്ഞുകൊണ്ടെല്ലാം തുറന്നു പറയുന്നു. ഞാൻ വന്നത് നിങ്ങൾക്ക് വേദനയാണെങ്കിൽ പൊയ്ക്കോളാം എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. അലീന സങ്കടത്തോടെ പറയുമ്പോൾ നമ്മുടെ എൽസമ്മയുടെ കരൾ അലിയുകയാണ്, പ്രേക്ഷകരെ മനസ്സ് അലിയുകയാണ്. സബ്സ്ക്രൈബ്